ഈ ദൃശ്യങ്ങളിലേക്ക് രാത്രിയാണ്, പക്ഷെ എന്നാൽ പോലും പോകാം. അതായത് ആ മേഖലയിൽ നിന്ന് ഇയാൾ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഈ ഉൾക്കാട്ടിലേക്ക് ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ആ കാട്ടിൽ പതുങ്ങുകയായിരുന്നു. അത് ഈ കുട്ടികൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കുറെ സാഹചര്യ തെളിവുകളുണ്ട് വിജയകുമാർ. അതായത് ഇത് നോക്കൂ, ഇത് കൊന്നക്കാടാണ്, കൊന്നമരം അതോ കൊന്നക്കമ്പുകളാണ് അല്ലെ, കൊന്നക്കാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പതുങ്ങിയിരുന്നാൽ, ഒരാൾ പതുങ്ങിയിരുന്നാൽ സ്വാഭാവികമായും കാണാൻ കഴിയില്ല. ഇവർ പറയുന്നത് ഈ കുറ്റിക്കാട്ടിൽ പതുങ്ങി എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരാൾ ഇവിടെ പതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് ഈ ചെന്താമരയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കി കൊടുത്തതെന്ന് പറയണം. കാരണം ഈ ഭൂപ്രകൃതി അത് ചെന്താമരയ്ക്ക് അനുയോജ്യമായ, ചെന്താമരയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഭൂപ്രകൃതി മാറി. അതോടൊപ്പം തന്നെ വിജയകുമാർ, ഇനി നമുക്ക് പോകേണ്ടത് ഈ കുട്ടികൾ ഇരുന്ന സ്ഥലമാണ്. അതായത് ഈ ചെന്താമര, ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് എതിർദിശയിലാണ് ചെന്താമര ഓടി വന്നത്. ഇവരെ കണ്ട ആ ഉൾക്കാട്ടിൽ പതുങ്ങുന്നു. ആ സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നത് ഈ ഇരിപ്പിടത്തിലാണ്. ആ ഇരിപ്പിടത്തിൽ ആ സമയത്ത് കുട്ടികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സ്വാഭാവികമായും ഈ കളി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരുടെ ബോൾ അടക്കം എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. പക്ഷെ ഈ ബോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. കാരണം ഈ പ്രതിയെ, ചെന്താമരയെ കണ്ടതിന് ശേഷം ഇവർ ഇവിടെ നിന്നാണ് എഴുന്നേറ്റ് ഓടുന്നത്. ഇവിടെ നിന്ന് ഓടുന്ന ഈ കുട്ടികൾക്ക് ഈ ബോളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നടന്നിരിക്കുന്നു, ഇവിടെ ഇവർ ഒരാളെ കണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് 99% അല്ലെങ്കിൽ 100% ഉറപ്പിക്കാൻ കഴിയും. അതായത് ഒരാൾ അവിടെ പതുങ്ങിയിരുന്നു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യം പറയുകയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ മുളയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ ടോർച്ചുമായാണ് ഈ കുട്ടികൾ ഓടുന്നത്. ആ സമയത്ത് ഈ കുട്ടി കുറച്ച് മാറി, നമ്മളിപ്പോൾ അല്പം മുമ്പുണ്ടായിരുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവരടക്കം ഈ മേഖലയിലേക്ക് എത്തി. പക്ഷേ അതിനുള്ളിൽ തന്നെ ചെന്താമര രക്ഷപ്പെടുന്നു. പോലീസിന് കൃത്യമായ വിവരം ഈ കുട്ടികൾ കൈമാറുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് എത്തി ഇതാകെ വളയുന്ന സമയത്ത് കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറി. ചേട്ടാ, ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെയായിരിക്കും? പക്ഷെ അങ്ങോട്ടാണ് ഓടിയത്. ഞങ്ങൾ ഇവിടുന്ന് കമ്പിവേലിയൊക്കെ ചാടിയിട്ട് ഇവിടുന്ന് പിള്ളേർ പറഞ്ഞപ്പോൾ അങ്ങനെ ഓടി. ഞങ്ങൾ അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടുന്ന് എല്ലാവരും കൂടി നിലവിളിച്ചിട്ട് ആളിനെ കൊന്നക്കാട്ടി കണ്ടു എന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേർ കംപ്ലീറ്റ് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചാടി അവിടെ പോകുമ്പോഴേക്കും അവിടെ നിന്ന് ആ ഒരു പുളിമരമൊക്കെ ഉണ്ട്. ആ പുളിമരത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നത് കണ്ടു. പിന്നെ കണ്ടിട്ടേ ഇല്ല, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. അവിടെ നിന്ന് ഒരാൾ മാറുന്നത് നമ്മളെ ശ്രദ്ധപ്പെട്ടു. പിന്നെ ശേഷം ആള് കണ്ടില്ല. അതാണ് വിജയകുമാർ, നമ്മൾ ആ ദൃശ്യത്തിൽ കാണിച്ചതാണ് എത്രത്തോളം ഭീകരമാണ് ആ കൊന്നക്കാട് എന്നുള്ളത്. ആ കൊന്നക്കാടിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ അനുയോജ്യമാണ്. ഇവർ ഈ പറഞ്ഞ ഈ സംഭവങ്ങളും വച്ച് നമ്മൾ നോക്കുമ്പോൾ സാഹചര്യം എന്തുകൊണ്ടും ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊന്നക്കാട്ടിലേക്കാണ് പ്രതി ഓടിക്കയറുന്നത്. അവിടെ ഈ കുട്ടികൾ ഇയാളെ പിടികൂടാൻ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ഈ കൊന്നക്കാട്ടിൽ പതുങ്ങുന്നു. കൂടുതൽ കുട്ടികളും ഇവിടെയുള്ള പ്രദേശവാസികളെയും അടക്കം എത്തിച്ചുകൊണ്ട് ചെന്താമര പിടികൂടാൻ ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമം വിഫലമായി പോയി എന്നുള്ളത് വേണം ഈ നിമിഷം പറയാൻ. അങ്ങനെയാണ് പോലീസ് ഇതിന് താഴെ, അതായത് ഒരു 300 മീറ്ററിലധികം താഴേക്ക് ഇറങ്ങേണ്ടി വരും. 300 അല്ല, ഒരു 500 മീറ്ററിനടുത്ത് താഴെ, 500 മീറ്ററിന് താഴേക്ക് ഉണ്ട്. ഇനി ഈ മല ഇറങ്ങി തീരണമെങ്കിൽ ഈ 500 മീറ്റർ താഴെ നിന്നാണ് പോലീസ് ഇത് വളഞ്ഞ് കയറി വരുന്നത്. ശ്മശാനമുണ്ട്, ഒരു മരമുണ്ട്. ആ മരത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ കാണാൻ സാധ്യത കുറവാണ്. ഫുള്ള് ചപ്പ് ഒക്കെ മൂടി കിടക്കണ്ട അവിടെ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം കാണാൻ ഒരു തടസ്സമുണ്ട് അവിടെ. അത് തന്നെയാണ്, അതായത് എവിടെയെങ്കിലും പതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, അത്രമാത്രം തടസ്സമാണ്. സൂരജ്, ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഈ നാട്ടുകാർക്ക് ഒരു പക്ഷേ ഇത് ഈ സ്ഥലത്തെ പറ്റി നന്നായി അറിയാമല്ലോ. അവർക്ക് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ, അപ്പോൾ ഇയാൾ ആ കാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഓടിയാൽ അയാൾ ഈ കാട്ടിന് പുറത്തിറങ്ങി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എവിടേക്കായിരിക്കും? ആ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്ക് ഒരു പക്ഷേ അത് വിശദീകരിക്കാൻ കഴിയുമല്ലോ. അതുകൂടി നമുക്ക് ചോദിക്കാം വിജയകുമാർ. ഈ കൊന്നക്കാട്ടിലാണ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഈ കൊന്നക്കാട്ടിലാണ് ഈ ചെന്താമര പതുങ്ങിയതെന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. അവിടെ നിന്ന് താഴെ നിന്ന് ഓടിക്കയറി വരുന്നു. അത് ഈ താഴെ നിന്ന് ഓടിക്കയറി വരുന്ന ഭാഗം ഒരു പുൽമേട് പോലെയാണ്, ഒരു പുല്ലാണ്. ചെറിയ മരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഓടിക്കയറി വരാൻ പറ്റും. അവിടെ നിന്ന് ഓടിക്കയറി വരുന്നതാണ് ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് പറയുന്നത്.